നമസ്തേ. 14/1/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കർക്കിടകം, കന്നി, കുംഭം രാശിക്കാർക്ക് ശുഭകരവും, തുലാം, മകരം, മീനം രാശിക്കാർക്ക് മധ്യമവും ഗുണദോഷ സമ്മിശ്രവും, മേടം, വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും, ഇടവം, മിഥുനം, ചിങ്ങം, ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള ദിവസമാണ്. നിങ്ങളുടെ ജാതകം അനുകൂലമാണെങ്കിൽ ഈ പറയുന്ന കഠിന ദോഷമൊന്നും ദോഷമായിക്കൊള്ളുന്നില്ല. പറഞ്ഞ ശുഭം പൊതുവെ ശുഭമായിക്കൊള്ളുന്നെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും പൊതുവെ ചന്ദ്ര അധിഷ്ഠിത രാശി ഫലത്തിൽ ദോഷങ്ങൾ പറഞ്ഞാൽ പരിഹാര കർമ്മങ്ങൾ നാമജപം കൊണ്ടൊക്കെ ഗുണം കിട്ടും. അതുകൊണ്ടാണ് ഇത് പ്രധാനമുള്ളതായിട്ട് പറയുന്നത്. നമുക്ക് ഓരോ നാളുകാരുടെയും നാളും പറഞ്ഞിട്ട് വിശദമായിട്ട് ഓരോ രാശിയും നോക്കാം. അതിനുമുമ്പ് എൻ്റെ നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഷെയർ ചെയ്യുന്നതും നല്ലതാണ്. നമുക്ക് നോക്കാം വിശദമായിട്ട്. മേടം രാശിയാണ്. മേടം രാശിക്ക് ദോഷകരമാണ്. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമായിരിക്കില്ല. മാതുല സ്ഥാനീയരിൽ നിന്ന് കുറച്ച് അനുകൂലമല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. ആരോഗ്യപരമായും അത്ര ഗുണമായിരിക്കില്ല. എങ്കിലും ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയുമായി വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഇത് ആ ദിവസങ്ങൾ കടന്നു പോകും. ഒരു സന്തോഷകരമായ അനുഭവമൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല. ആരോഗ്യത്തിലും അനുകൂലമല്ല. പൊതുവെ മേടൻ രാശിക്കാർക്ക് വളരെ ചെറിയ ഗുണങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ഭൂരിഭാഗവും കാര്യപരാജയവും മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും ശത്രുനാശവും ദോഷവും ഒക്കെ ആയിട്ട് മേടം രാശി അനുകൂലമായിരിക്കില്ല. ഇടവം, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. സുഹൃത്തുക്കളിൽ നിന്ന് ചെറിയ ഒരു ഗുണം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ, വലിയ ഗുണമൊന്നുമില്ല. ആരോഗ്യം അത്ര അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ അസ്വസ്ഥതയും സമാധാനവും കുറവായിരിക്കും. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകും. അതുപോലെ മാതൃപിതൃ സ്ഥാനീയരായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് കഠിനമായ അധ്വാനം വേണ്ടിവരും. അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന ഒരു സമയം ആയിരിക്കും. പൊതുവെ ഇടവക്കൂറുകാർക്ക് ദോഷം ആണ്, കഠിന ദോഷമാണ്. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനത്തിനും കഠിന ദോഷം തന്നെയാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒഴിച്ച് ബാക്കിയൊക്കെ ഒട്ടും അനുകൂലമല്ല. പിതൃസ്ഥാനികർ അനുകൂലമല്ല. സുഹൃത്തുക്കൾ അനുകൂലമല്ല. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അലസതയും മടിയും ഒക്കെ ആയിട്ട് ആ ദിവസം വളരെ അനുകൂലമല്ലാത്തതായിരിക്കും. ദൈവാധീനം കുറവുള്ളൊരു സമയമാണ്. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല. ഒരു മടിയും അലസതയും ഒക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും. ആരോഗ്യകാര്യവും അത്ര അനുകൂലമല്ല. അങ്ങനെ പൊതുവെ അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും മിഥുനക്കാർക്ക്. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു ദിവസമാണ്. പൊതുവെ ഗുണകരമായ ദിവസം തന്നെയാണ്. പിതൃസ്ഥാനീയരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കും. പുത്രസ്ഥാനീയരിൽ നിന്നൊക്കെ അംഗീകാരമുണ്ടാകും. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും. ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയമാണ്. സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗവും അത്ര അനുകൂലമായിരിക്കില്ല. അലർജി സംബന്ധമായ സുഖങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എങ്കിലും കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ ഗുണകരം തന്നെ ആയിരിക്കും. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശി, ചിങ്ങം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. രോഗവും ധനനഷ്ടവും കുടുംബസ്വസ്ഥ ഇല്ലായ്മയും വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള കലഹവും അപകീർത്തിയും അപകടവും ഒക്കെ ആയിട്ട്
ചിങ്ങൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയം തന്നെ ആണ്. ഒരു കാര്യത്തിലും കാര്യമായ ശുഭം പറയാനില്ല. പക്ഷെ ജാതക അനുകൂലമാണെങ്കിൽ മാറ്റം വരികയും ചെയ്യും. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കാർക്ക് ഗുണകരമായ സമയമാണ്. പൊതുവെ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ഈശ്വരാധീനമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും. മക്കൾ സ്ഥാനിയിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ പിതൃസ്ഥാനീയര് അത്ര അനുകൂലമായിരിക്കില്ല. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കന്നിക്കുണ്ടാവും. എങ്കിലും അതെല്ലാം പറഞ്ഞെടുത്ത് പൊതുവെ സ്വസ്ഥതയും സമാധാനവും കന്നി രാശിക്ക് ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ഇനി തുലാം ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പൊതുവെ പിതൃസ്ഥാനീയർ അനുകൂലമാണ്. അവരിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ഒരു ശമനമൊക്കെ കിട്ടും. എന്നാൽ സുഹൃത്തുക്കളിൽ നിന്ന് അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അലസതയും പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുമൊക്കെ അനുഭവപ്പെടും. ദൈവാധീനം വളരെ കുറവുള്ള സമയമായതുകൊണ്ട് ഒരു അനുകൂലമല്ലാത്ത എല്ലാ കാര്യങ്ങളും, ഒരു തടസ്സങ്ങളൊക്കെ വന്നിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുകയുള്ളൂ. ആരോഗ്യകാര്യവും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് തുലാം രാശി. വൃശ്ചികം വിശാഖം അവസാന കാൽ ഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ദോഷകരമാണ്. വൃശ്ചികം രാശി പൊതുവെ ദോഷമാണ്. പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കില്ല. ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. ഇങ്ങനെ വൃശ്ചിക രാശിക്ക് പൊതുവെ ഒട്ടും അനുകൂലമല്ലാത്തതാണ്. മനസ്സ് ഒട്ടും അസ്വസ്ഥമായിരിക്കും, അനുകൂലമായിരിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിന് പ്രയാസമൊക്കെ ഉണ്ടാകും. അങ്ങനെ ആ ദിവസം ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും. എങ്കിലും ദൈവാധീനമൊക്കെ ഉള്ള ഒരു സമയമായതുകൊണ്ട് ഈ ദോഷങ്ങളിലൊക്കെ നിന്ന് ഒരു മോചനം ഉണ്ടാകും. എങ്കിലും ദോഷമാണ് കൂടുതൽ അനുഭവപ്പെടുക എന്നറിയുക. ധനുരാശി ധനുരാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ചൊക്കെ അനുകൂലം കിട്ടും. അധ്വാനം, തൊഴിൽ രംഗത്ത് ഒരു ചെറിയ മേന്മയുണ്ടാകും. ഇത് രണ്ടും ഒഴിച്ച് ബാക്കി ഒട്ടും അനുകൂലമല്ല. എങ്കിലും ഈ സമയങ്ങളിൽ ഇതിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. പിതൃസ്ഥാനീയര്, ആദരണീയരായവരുടെ അംഗീകാരം മുതലായവ കിട്ടില്ല. അതേപോലെ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യാകാര്യങ്ങളിൽ മടിയും അലസതയും അനുഭവപ്പെടും. ദൈവാധീനം വളരെ കുറവുള്ളതാണ്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടും. അതുപോലെ മക്കൾ സ്ഥാനീയരുമായിട്ടൊക്കെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാം. ആരോഗ്യകരമായും അത്ര അനുകൂലമായിരിക്കില്ല. മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ദൈവാധീനമുള്ള സമയമാണ്, ദോഷമായിരിക്കും. പിന്നെ ജീവിത പങ്കാളിയുമായി കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. എങ്കിലും പിതൃസ്ഥാനീയര് അങ്ങനെയുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടില്ല. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അലസതയും മടിയൊക്കെ ഉണ്ടാവും. വളരെയധികം ശ്രദ്ധിക്കണം രക്ഷകർത്താക്കൾ വരെ. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല. പൊതുവെ മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. കുംഭൻ രാശിക്ക് ഗുണകരമാണ്. പിതൃസ്ഥാനീയരിൽ നിന്നുള്ള അംഗീകാരം, ആദരണീയരിൽ നിന്നുള്ള അംഗീകാരം, മറ്റുള്ളവരുടെ അംഗീകാരം, സുഹൃത്ത് ഗുണം, വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിരിക്കുക. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ തോന്നുക തുടങ്ങിയ ഗുണമൊക്കെ ഉണ്ടാവും. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും, ജീവിത പങ്കാളിയുടെ അംഗീകാരം മുതലായവ ഉണ്ടാവും. എന്നാൽ അല്പം ദൈവാധീനം കുറവുള്ള ദിവസമായതുകൊണ്ട് നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്ത് ദോഷം കഴിഞ്ഞാൽ ദൈവാധീനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളും മനോദുഃഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട്. എങ്കിലും കുംഭൻ രാശി പൊതുവെ അനുകൂലം ആണ്. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ആദരണീയരായരിൽ നിന്ന്, പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത ഒരു സമീപനം ഉണ്ടാകും. എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി അവർ നമ്മളോട് നല്ല രീതിയിൽ പിന്നീട് ആ ദിവസം തന്നെ പെരുമാറുകയും ചെയ്യും. സുഹൃത്തുക്കൾ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായതാണ്. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലം ഉണ്ടാകും.
എന്നാൽ ദൈവാധീനം കുറവുള്ളൊരു സമയമായതുകൊണ്ട് പല കാര്യങ്ങളിലും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കില്ല, ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് പ്രത്യേകം മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇത് ആരുടെയും ജാതകഫലമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ നാമജപമൊക്കെ നടത്തിയാൽ അത് ഗുണകരമായി തീരും. ചന്ദ്രാധിഷ്ഠ രാശിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, പരിഹാരമുള്ളതാണ്. അതുകൊണ്ട് നന്നായി നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക. പിന്നെ തുടർച്ചയായി കുറേ ദിവസങ്ങളായിട്ട് ദോഷങ്ങൾ പറയുന്ന രാശിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് അതിന് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. കുറേ ദിവസങ്ങൾ തുടർച്ചയായി ദോഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഗുണകരമായ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഗുണം തന്നെ പറയും. അപ്പോൾ അങ്ങനെ തുടർച്ചയായി കുറേ ദിവസങ്ങൾ ദോഷകരമാണെങ്കിൽ അവർ ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക, അവരവരുടെ വിശ്വാസമുള്ള അവരവരുടെ ഇഷ്ടദേവതകളെ ധ്യാനിക്കുക, അവർക്ക് അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുക തുടങ്ങിയൊക്കെ ചെയ്താൽ ഏത് ദോഷത്തെയും അധികം കുറയ്ക്കാൻ നമുക്ക് പറ്റും. അത് മനസ്സിലാക്കി എല്ലാവരും ഈശ്വരാരാധന നടത്തുക. ഈശ്വരന്റെ കൈകളിലാണ് എല്ലാം, നമ്മൾ വെറും നിസ്സാരരാണ് എന്ന ബോധം എപ്പോഴും മനസ്സിലുണ്ടാവുക. ഈശ്വരനെ ആരാധിക്കുക. എല്ലാ ദോഷങ്ങൾക്കും പരിഹാരത്തിന് ഏകവിധി അത് തന്നെയാണ്. എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.